എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന ഇറങ്ങി പോവാട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. ആ സമയത്ത് വൈജയന്തി മക്കളോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് കാഴ്ച കാണാനും നിൽക്കുകയാണ്, നിങ്ങൾക്ക് സ്കൂളും കോളേജിലൊക്കെ പോകണ്ടേ എന്ന് പറയണം. നിങ്ങളുടെ ടിഫിനൊക്കെ എടുത്ത് വെച്ചോന്ന് കൃഷ്ണയോടും ബബിതയോടും ചോദിക്കുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, എനിക്ക് ഫുഡ് വേണ്ട, വാട്ടർ ബോട്ടിൽ മാത്രം മതി. കൃഷ്ണ എൻ്റെ വാട്ടർ ബോട്ടിൽ കൂടി എടുത്തു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയുടെ കൂടെ കിച്ചണിലേക്ക് പോകാട്ടോ. അങ്ങനെ രോഹിത് ആണെങ്കിലും മുകളിലേക്ക് തന്നെ കയറി പോകുമ്പോൾ നീ എങ്ങോട്ടാണ് ഇത് പോകണമെന്ന് ചോദിക്കുക കേട്ടോ. ഞാൻ ബൈക്കിൻ്റെ കീ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ ജോലികളിലേക്ക് തിരിയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ആ കാശൊന്ന് എണ്ണി നോക്കിയിട്ട് ആകെ നിരാശ മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അലീന മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്നുകൂടി തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും വരുന്നുണ്ടോ, അതോ ഞാൻ ആരെങ്കിലും വിളിക്കുമോ, അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ ആരെങ്കിലും നോക്കി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷെ ആരും അവിടെ ഇല്ല. അങ്ങനെ തിരിച്ച് പോകാൻ നിൽക്കുന്ന സമയമാണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമം കൂടുക കേട്ടോ. ആ കാറിൽ നിന്ന് മനു ഇറങ്ങുന്നത് കണ്ടപ്പോൾ കരച്ചിലാട്ടോ അലീനയ്ക്ക് വരുന്നത്. ഹായ് ഗുഡ് മോർണിംഗ് പറയാട്ടോ. അപ്പം ഒരു വിധം ഗുഡ് മോർണിംഗ് പറയണം. ഇതെങ്ങോട്ടാ രാവിലെ തന്നെ ബാഗൊക്കെ ആയിട്ട് എന്ന് ചോദിക്കണം. ഞാൻ പോവാണ് മനുവേട്ട, എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടു എന്ന് പറയട്ടോ. പിരിച്ചു വിട്ടെന്നോ, എന്തിന് എന്ന് ചോദിക്കുകയാണ്. അത് മനുവേട്ടൻ അവരോട് തന്നെ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും എന്ന് പറയാട്ടോ അലീന. അവർ പറഞ്ഞു തരും, ഓക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് നിൻ്റെ മറുപടി കിട്ടണം. നിന്നെ ഞാനാണ് ഇങ്ങോട്ടേക്ക് സ്നേഹനികേതനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. ബാലനങ്ങൾ കൂട്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ എന്നോടാണ് ഉത്തരം പറയേണ്ടതെന്ന് പറയട്ടോ. ഞാൻ ചെയ്യാതെ തെറ്റില്ല മനുവേട്ട. കുറച്ച് സ്വർണ്ണത്തിനും പണത്തിനും വേണ്ടി മാനം വെക്കുന്ന പെണ്ണായി ഞാൻ. സാറിൻ്റെ പെട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന പെണ്ണായി പോയി. ഞാൻ എത്ര ആണയിട്ട് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല, എത്ര സത്യം പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. അവസാനം ഞാൻ എല്ലാം സമ്മതിച്ചു കൊടുത്ത് ഞാൻ പോവുകയാണ് എന്ന് പറയട്ടോ. അങ്ങനെ നീ പോവേണ്ട കാര്യമൊന്നുമില്ല, ഏതായാലും നീ പോകാൻ തീരുമാനിച്ചല്ലോ, ഞാൻ ഇനി അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയട്ടോ മനു. വേണ്ട മനുവായിട്ട് ആരോട് സംസാരിക്കേണ്ട, നീ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ നീ പൊക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷേ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നീ പൊക്കോ എന്ന് പറയണം. അപ്പോൾ അതുവരെ ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ടേക്ക് കയറി നിൽക്ക് സിറ്റൗട്ടിലേക്ക് എന്ന് പറയാട്ടോ. ഇവിടെ ഒരു അഭ്യർത്ഥിയെ പോലെ നിൽക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നിനക്ക് പോകാം എന്ന് പറയണം. എന്നിട്ട് കൈ കൊട്ടിക്കൊണ്ട് എടാ ഹരി ഇങ്ങോട്ട് ഓടാന്ന് പറഞ്ഞ് വിളിക്കട്ടോ. അപ്പോൾ അലീന അങ്ങനെ സംശയത്തോടു കൂടി നോക്കുമ്പോൾ ഹരി കാറിൽ നിന്ന് ഇറങ്ങി തല താഴ്ത്തി ഇടയ്ക്ക് ഇങ്ങനെ ഇടം കണ്ണിട്ടിട്ട് അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കട്ടോ. അലീനയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഹരിയെ നോക്കുന്നത്. അപ്പം അവളെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിയിട്ട് തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് കയറി നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വാടാന്ന് പറഞ്ഞ് ഹരിയെ വിളിച്ചോണ്ട് അകത്തേക്ക് ചെല്ലട്ടോ. അതേസമയം രോഹിത് കീയൊക്കെ എടുത്തുകൊണ്ട് താഴേക്ക് വരുന്ന സമയത്ത് വൈജയന്തിയും ആ ഹോളിൽ തന്നെ ഉണ്ട്. ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കാണുന്നത്. കൂടെ ഹരിയും അതുപോലെ കൃഷ്ണയും ബബിതയും കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് വരുന്ന സമയത്താണ് കാണുന്നത് കേട്ടോ. കൃഷ്ണ ബബിതയെ തോണ്ടിക്കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി ഉടനെ തന്നെ ആൻറ്റി അലീനയെ ടെർമിനേറ്റ് ചെയ്തോ, ഇവിടുത്തെ ഗ്രേറ്റ് സർവീസിൽ നിന്ന് ചോദിക്കുക കേട്ടോ. അവളെ പറഞ്ഞയച്ചത് തന്നെയാണ്. ആ സമയത്ത് വൈജയന്തി പറയാണ്, വെൽ ഡൺ ആൻറ്റി, കൺഗ്രാറ്റ്സ് എന്ന് പറയട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിളും ഇതിനൊക്കെ സമ്മതിച്ച് കൊടുത്തല്ലേ, കേട്ടതൊക്കെ വിശ്വസിച്ചിട്ട് എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ചില ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായിട്ടുള്ള മറുപടി കിട്ടിയില്ല എന്ന് പറയട്ടോ. അത് ചോദിക്കേണ്ടവരോട് ചോദിച്ചാലല്ലേ കിട്ടുള്ളൂ എന്ന് മനു ചോദിക്കുക കേട്ടോ. മനു പറയാണ്. ആ സമയത്ത് രോഹിത് ഇങ്ങനെ ഹരി ഒന്ന് ഇടങ്ങണിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി വന്നിട്ട് പറയുന്നുണ്ട്, ഇനി ചോദ്യം ഫസ്റ്റിലൊന്നും വേണ്ട മനു, ഞങ്ങൾ അവളെ പറഞ്ഞയച്ചത് തന്നെയാണ്, അവളുടെ ശമ്പളം കൊടുത്ത് എല്ലാ കണക്കുകളും തീർത്ത് അവളെ പറഞ്ഞയച്ചതാണ്, ഇനിയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടോ. ആ സമയത്ത് ബാലചന്ദ്രനോട് തന്നെ മനു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇന്നലെ രാത്രി ഹരിയെ തിരക്കിയത്? എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് വേണ്ടിയാവുമല്ലോ, ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കണം എന്ന് പറയട്ടോ. അത് കേട്ടിട്ട് ബാലചന്ദ്രൻ ഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വന്നിട്ട് ഹരിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീയും അലീനയും തമ്മിൽ എന്തെങ്കിലും രഹസ്യ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കണം. ഇല്ല, ഒരു കണക്ഷനും ഇല്ലാന്ന് പറയട്ടോ. തല താഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് രോഹിത് ആകെ ഇങ്ങനെ അമ്പരന്ന് പോവാട്ടോ. അപ്പോൾ നീയും അലീനയും തമ്മിൽ അവിടെ വെച്ചിട്ട് പണം ഇടപാടുകളും നടത്തിയിട്ടുണ്ടോ, അതുപോലെ സ്വർണ്ണ കൈമാറ്റമൊക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയട്ടോ. അത് കേട്ടതോടുകൂടിയിട്ട് രോഹിത്തിൻ്റെ എല്ലാ കിളിയും പറന്നു പോകണം. കാരണം എല്ലാം ഇവനോട് തള്ളി വെച്ചേക്കാണല്ലോ. അപ്പോൾ പിന്നെ നീ എന്തിനാണ് രോഹിത്തിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ അവനോട് തള്ളിയതാണെങ്കിൽ അവൻ അതൊക്കെ വന്ന് ഇവിടെ പറയുന്നു ഞാൻ ഓർത്തോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ നീ ഒരു ദിവസം ഇവിടെ വന്ന സമയത്ത് അവൾക്ക് ഗോൾഡ് റിംഗ് കൊണ്ടുവന്ന് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അത് ഗോൾഡ് ഒന്നുമില്ല എങ്കിലെന്ന് പറയും. കൊടുത്തോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, ഞാൻ കൊണ്ടുവന്ന് രോഹിത്തിനെ കാണിച്ചായിരുന്നു എന്ന് പറയട്ടോ. ആ ഗോൾഡ് റിംഗ് നീ അലീനയ്ക്ക് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയട്ടോ. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ രോഹിത്തിനോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവനോട് തള്ളിയതാണ്, അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവൻ്റെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ. നീ ആ ഗോൾഡ് റിംഗ് അലീനയെ കാണിച്ചിരുന്നു എന്ന് ചോദിക്കുകയാണ്. കാണിച്ചിരുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? വേണ്ടാന്ന് പറഞ്ഞു. അവൾ വാങ്ങിച്ചോ, രാത്രി വാങ്ങിച്ചോളാന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വേണ്ടാന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എങ്ങനെ അത് അവളുടെ ബാഗിൽ എത്തിയെന്ന് കൂടി ചോദിക്കുക കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അത് ആരും കാണാതെ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടതാണ്, എനിക്കറിയായിരുന്നു രോഹിത് അവളുടെ ബാഗ് പരിശോധിക്കുന്നത്, അപ്പോൾ ആ ബാഗിൽ ഞാൻ അവൾക്ക് കൊടുത്തു എന്ന് അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്, അവൻ്റെ മുന്നിൽ ആളാവാൻ എന്നൊക്കെ പറയട്ടോ. ഇതെല്ലാം കൂടി കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിലാട്ടോ ബാലചന്ദ്രൻ സംസാരിക്കുന്നത്. ഞാൻ രോഹിത്തിനോട് പറഞ്ഞിരുന്നു ഞാൻ ഈ റിങ് അലീനയ്ക്ക് കൊടുക്കുമെന്നും അവളത് വാങ്ങുമെന്നും, അങ്ങനെ അവൻ്റെ അടുത്ത് ആളാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറയുമ്പോൾ നിന്റെ ചെകിയുടെ പൊട്ടിക്കലടാ വേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടട്ടോ ബാലചന്ദ്രൻ. ഈ ശബ്ദം കേട്ടിട്ട് അലീന ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അകത്തേക്ക്. എൻ്റെ വീട്ടിൽ കയറിയിട്ട് വേണോടാ നിനക്ക് ഈ തമാശ കാണിക്കാൻ, റാസ്കൾ, ഈ വൃത്തികേട് കാണിക്കാൻ എന്ന് പറയട്ടോ ഹരിയോട്. ഹരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് ബബിത പറയുന്നുണ്ട് കൃഷ്ണയോട്, വാ നമുക്ക് പോകാം, നേരം വൈകുമെന്ന് പറഞ്ഞിട്ട് വൈജയോട് പറഞ്ഞിട്ട് പോവാട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയുടെ മാനം കെടുത്തിട്ട് വേണോട്ടോ നിനക്ക് തമാശ കളിക്കാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടട്ടോ. എന്നിട്ട് വൈജയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇവനോട് എന്ന് ചോദിക്കട്ടോ. ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളാം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ചോദിക്കാനില്ല എന്ന് പറയട്ടോ. ആ സമയത്ത് രോഹിത്തും കോളേജിലേക്ക് പോകട്ടോ. പോകുമ്പോൾ രൂക്ഷമായിട്ട് ഹരിയെ നോക്കിക്കൊണ്ടാട്ടോ പോകുന്നത്.
ആ സമയത്ത് ഹരി ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുക കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഹരി നിൽക്ക്, ഒരുമിച്ച് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഹരി നിൽക്കുന്നില്ല കേട്ടോ. ഹരി പെട്ടെന്ന് ദേഷ്യത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അലീന അവിടെ നിൽക്കുന്നത് കാണാം കേട്ടോ. പക്ഷേ അലീനെ കാണുന്നില്ല ഹരിയെ. അലീനെ ഇങ്ങനെ രൂക്ഷമായിട്ട് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഹരി അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് മനു വൈജയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആൻറ്റിയുടെ സംശയമൊക്കെ മാറിയല്ലോ എന്ന് ചോദിക്കാം കേട്ടോ. അതൊക്കെ പോട്ടെ, എന്നാലും പ്രശ്നങ്ങൾ തീർന്നില്ലല്ലോ. ആ രൂപ എടുത്തത് അവളാണെന്ന് സമ്മതിച്ചല്ലോ. ആൻറ്റി ആരെങ്കിലും അവൾ സമ്മതിച്ചു ആ രൂപ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവളെ സമ്മതിച്ചു എന്ന് മാത്രമല്ല പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആത്മാഭിമാനമുള്ള എല്ലാവരും അത് തന്നെയല്ലേ ആൻറ്റി ചെയ്യുകയുള്ളൂ എന്ന് പറയട്ടെ മനു. മുത്തശ്ശൻ സ്നേഹനികേതനത്തിൽ വെച്ചിട്ട് ബ്രിജിത്തമ്മയ്ക്ക് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 70,000-80,000 രൂപ ഉണ്ടാവും. അതിൽ ബാക്കിയുള്ളത് അവൾ സൂക്ഷിച്ചതായിരിക്കും. ബ്രിജിത്തമ്മ മരിച്ചു പോയില്ലേ എന്ന് പറയട്ടോ മനു. പിന്നെ എന്തിനാണ് അവൾ കുറ്റം സമ്മതിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സമ്മതിപ്പിച്ചതായിരിക്കും എന്ന് പറയട്ടോ മനു. നിങ്ങളുടെ പീഡനം സഹിക്കാൻ പറ്റാതായ പിന്നെ എന്ത് ചെയ്യും? സമ്മതിക്കില്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് പറയട്ടോ. അതൊക്കെ കേട്ടിട്ട് ആകെ തല താഴ്ത്തി നിൽക്കുന്ന പോലെയാട്ടോ ബാലചന്ദ്രൻ നിൽക്കുന്നത്. ചില പോലീസുകാരുണ്ട് കുറ്റവാളികളെ കൊണ്ട് അടിച്ചും തൊഴിച്ചൊക്കെ കുറ്റം സമ്മതിപ്പിക്കും. അതുപോലെ നിങ്ങൾ ചെയ്തതായിരിക്കും എന്ന് പറയട്ടോ. ഇത് കേട്ടിട്ട് വൈജയന്തിക്ക് ദേഷ്യം വരികയാണ്. ആൻറ്റിയുടെ വിചാരം എന്താണ്? ആൻറ്റി ഇവിടെ വേലക്കാരിയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സെർവൻസിന് 1000-2000 ഒന്നും കയ്യിൽ വെക്കാനുള്ള അവകാശമില്ലെന്ന് ചോദിക്കാട്ടോ. പിന്നെ ഞങ്ങളുടെ പെട്ടിയിലും പേഴ്സിലൊക്കെ കിടന്ന പൈസ ഇങ്ങോട്ടേക്ക് പോയി, അതൊക്കെ അവൾ എടുത്തുനിന്ന് സമ്മതിച്ചതുമാണല്ലോ എന്നൊക്കെ പറയാട്ടോ വൈജയന്തി. എൻ്റെ ആൻറ്റി അതിനെ മറ്റുള്ളവരെ കളിയാക്കല്ല വേണ്ടത്, സെർവൻസിനോട് ചോദിക്കല്ല വേണ്ടത്. ആദ്യം സ്വന്തം മകൻ്റെ ചെകിട്ടത്തൊരെണ്ണം പൊട്ടിച്ചിട്ട് ചോദിക്കണം ആ എടുത്ത പൈസയൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ആകെ അമ്പരന്ന് പോവുകയാണ് വൈജയന്തിയും ബാലചന്ദ്രനും കേട്ടോ. ഇതുപോലത്തെ ഒരു മറുപടിയാണ് ഹരിയുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയത്. നീ പൈസ എടുത്തിരുന്നോ മോനെ എന്ന് ചോദിച്ചാൽ അവൻ ഇല്ലെന്നേ പറയത്തുള്ളൂ. ഞാൻ അതുപോലെ ചോദിച്ചപ്പോൾ അവനും ഹരിയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അയ്യോ ഞാനൊന്നും അറിയില്ലേ എന്നുള്ള മട്ടിൽ കൊടുത്തു 4 എണ്ണം ഞാൻ ആ ചെകിട്ടത്. അപ്പോഴാണ് അവൻ സത്യമായിട്ട് പറഞ്ഞതെന്ന് പറയട്ടോ. അതുപോലെ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാലേ രോഹിത് പറയും എന്ന് പറയട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, രോഹിത് പൈസ മോഷ്ടിച്ചു എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ തലയ്ക്ക് മൂളയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയണം മനു. അങ്ങളെ ഇങ്ങനെ ഒരു പാവം കുട്ടിയോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനോട് സംസാരിക്കുമ്പോൾ മനു നീ എന്തിനാണ് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? നിന്റെ ആരാ അവളെന്ന് ചോദിക്കാട്ടോ വൈജ. എൻ്റെ ആരുമല്ല, പക്ഷേ അലിനെ എനിക്കറിയാം, അവൾ വളർന്ന സാഹചര്യം എനിക്കറിയാം, അവളെ വളർത്തിയ മമ്മി എനിക്കറിയാം. അതുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു തെറ്റിലേക്ക് പോവില്ല, അവളുടെ മനസ്സ് എനിക്കറിയാം എന്ന് പറയട്ടോ. അവൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം മനു. ആൻറ്റി അന്തസ്സും സത്യസന്ധതയും മനസ്സാക്ഷിയൊക്കെ ഉള്ളവർ ഈ ലോകത്ത് കുറച്ചേ ഉള്ളൂ, നമുക്കോ അതില്ല, ഉണ്ടെന്ന് ഭാവിക്കുകയുള്ളൂ. ഉള്ളവരെ നമ്മൾ കള്ളികളാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറയാട്ടോ. ആൻറ്റി ഒന്നും ഇത്രയും മോശമാവരുത്, ചീപ്പാവരുതെന്ന് പറയട്ടോ മനു. അത് കേട്ടിട്ട് വൈജയ്ക്ക് എന്തോ പോലെ തോന്നുകയാണ്. അതുപോലെ ബാലചന്ദ്രനാണെങ്കിൽ ഒരു അവജ്ഞ, അതായത് ഒരു പുച്ഛ ചിരിച്ചിരിക്കട്ടോ വൈജയുടെ ഈ സ്വഭാവത്തെ കുറിച്ചിട്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എൻ്റെ മനസ്സിലൊരു വലിയ സ്ഥാനത്താണ് ഇരിക്കുന്നത്, അത് നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്, അത്രയും ഒരു സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത് എൻ്റെ മനസ്സിൽ എന്നൊക്കെ മനു പറയുമ്പോൾ പിന്നെ വൈജ പറയുന്നത് സമയം നോക്കി ടീച്ചർ സമയം പോയി, ഇന്നും ഞാൻ ലേറ്റ് ആണല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്. എനിക്ക് ബാങ്കിൽ എത്താനുള്ളതാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അകത്തേക്ക് പോകട്ടോ. അപ്പോൾ മനു അങ്കിളെ എന്ന് പറഞ്ഞിട്ട് തിരുമ്പ ഇനൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് മനു ചെയ്തത് അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ കൈയൊന്ന് കൂട്ടിച്ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് ആകെ വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞ് നിൽക്കട്ടെ. ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടം സഹിക്കാൻ വയ്യാതെ കരച്ചിലാണ് അലീന. ആ സമയത്ത് മനുവും അതുപോലെ ബാലചന്ദ്രനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. മോളേന്നാണ് വിളിക്കുന്നത്. മോളെ സോറി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീന പറയണം വേണ്ടല്ലോ, എനിക്ക് സോറി കേൾക്കണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സോറി തെറ്റ് പറ്റിപ്പോയി മോൾ, ഇത് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിക്കുമ്പോൾ എനിക്കിത് വേണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് തെറ്റ് പറ്റിപ്പോയി, സോറി പറയല്ലാതെ വേറെ എന്താ ചെയ്യുക, മനുഷ്യരല്ലേ മോളെ, മോൾ അതൊന്ന് ക്ഷമിക്കുക, ഹൃദയമുള്ളവർക്കല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ എന്ന് പറയട്ടോ. ഇത് വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ ഇല്ലയെന്ന് പറയട്ടോ. അപ്പോൾ നിർബന്ധിച്ച് കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്, മോള് ക്ഷമിക്ക്, തെറ്റ് പറ്റിപ്പോയതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പറയട്ടോ. ഭയങ്കര സങ്കടമാണ് ബാലചന്ദ്രനും അതുപോലെ ഭയങ്കര സങ്കടമാട്ടോ. അങ്ങനെ ഇനി അകത്തേക്ക് വാ, നീ അകത്തേക്ക് കയറി വാ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയട്ടോ. അത് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ പോവുകയാണ്. ആ സമയത്ത് പറയുന്നത് ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ പൊക്കോളാം എന്ന് പറയട്ടോ. അപ്പോൾ തിരിച്ച് വീണ്ടും വന്നിട്ട് മോളെ ക്ഷമിക്കും, ഞങ്ങളോട് ഹൃദയമുള്ളവർക്കല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാട്ടോ പറയുന്നത്. അലീനയാണെങ്കിൽ കരച്ചിലാണ് ആ സമയത്ത്. എനിക്ക് വയ്യ മനു, നീ തന്നെ ഇവളോടൊന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ അകത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് മനു വന്നിട്ട് അലീന അകത്തേക്ക് ചെല്ലുമെന്ന് പറയുമ്പോൾ ഇല്ല മനുവേട്ടാ ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ കൈ വെച്ച് മിണ്ടരുതെന്ന്, ചുണ്ടിൽ കൈ വെച്ചുകൊണ്ട് മിണ്ടരുതെന്ന് കാണിക്കാട്ടോ. മനു പറയുന്നതനുസരിച്ച് അകത്തേക്ക് കയറി ചെല്ലുമെന്ന് പറയട്ടോ. ഞാനല്ലേ പറയുന്നത് എന്ന് പറയണം. അപ്പോൾ അലീന പോകാൻ മടിച്ചിങ്ങനെ നിൽക്കട്ടോ. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്നെ വിളിച്ചറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഒരു ഫോൺ കോൾ ചെയ്താൽ പോരെ, അത് നീ ചെയ്തില്ലല്ലോ, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും എന്ന് പറയട്ടോ. മനു അലീന ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണ്. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറയണം. എന്നിട്ടും അലീന അകത്തേക്ക് കയറി പോവാതെ നിൽക്കുന്നത് കാരണം ബാഗ് എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കാട്ടോ. വലിയ ബാഗ് എടുത്തിട്ട് മനു കയ്യിൽ പിടിച്ചിട്ട് അലീനയുടെ കൈ പിടിക്കാട്ടോ. അത് കണ്ടിട്ട് അലീന ഇങ്ങനെ നോക്കുമ്പോൾ വാ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് അലീനയും കൂട്ടിയിട്ട് അകത്തേക്ക് കയറി ചെല്ലാട്ടോ മനു. പിന്നീട് കാണിക്കുന്നത് മനു മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്ന കേട്ടോ. സൗദാമിനിയമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. മോനെ നീ വന്നോ എന്ന് ചോദിക്കട്ടോ. ഞാൻ വന്നു എന്ന് പറയണം. എടാ മോനെ എന്ന് വിളിച്ചിട്ട് പറയാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി നോക്കാനായിട്ട് ഞാനിവിടെ ഒരു കുട്ടിയെ കൊണ്ടുവന്നായിരുന്നല്ലോ, ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നായിരുന്നല്ലോ, അവൾ എവിടെയെന്ന് ചോദിക്കട്ടോ. മോനെ അവളെ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അവൾ എവിടെ എന്ന് മാത്രം പറഞ്ഞാൽ മതി മുത്തശ്ശി എന്ന് പറയട്ടോ. എല്ലാവരും കൂടെ അതിനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചടാ എന്ന് പറയട്ടെ. എന്തിനാ പറഞ്ഞയച്ചെന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും കൂടി അതിനെ ചോദ്യം ചെയ്ത് കുറ്റപ്പെടുത്തി പിരിച്ചു വിട്ടു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ മുത്തശ്ശിക്ക് തടുക്കാൻ മരുന്നില്ല എന്ന് ചോദിക്കട്ടോ. ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കില്ലേ, മുത്തശ്ശിക്ക് എന്നെങ്കിലും ഒന്ന് അറിയിക്കാൻ പാടില്ലായിരുന്നു, ഞാനല്ലേ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്, എനിക്കല്ലേ ഉത്തരവാദിത്തം.
എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്ന് ഇവിടുന്ന് അനങ്ങാൻ പോലും പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ പറയും മുത്തശ്ശിയുടെ ഫോൺ എന്ത് ഒന്ന് ഫോൺ വിളിക്കാറുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അത് കമല നശിപ്പിച്ചില്ലേ എന്ന് പറയണം. മുത്തശ്ശിക്ക് ഞാനൊരു ഫോൺ വാങ്ങിച്ചു തരാം, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് എന്തിനാണ് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു അയച്ചതെന്ന് ചോദിക്കാട്ടോ. നിന്റെ അനിയനുണ്ടല്ലോ, അവൻ ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു, വെടക്കാക്കി തനിക്കാക്കാന്നുള്ളൊരു സ്വഭാവമില്ല, അതാണ് അവൻ ഇവിടെ എടുത്തത്, അതെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു, അത് കാരണമാണ് അവളെ പറഞ്ഞു അയച്ചതെന്ന് പറയട്ടോ. മുത്തശ്ശിക്ക് അറിയാമായിരുന്നില്ലേ അവൾ തെറ്റൊന്നും ചെയ്യില്ല എന്നുള്ളത്? എനിക്കറിയാം മോനെ, അവൾ ഒരു തെറ്റും ചെയ്യില്ല, അവൾ ഒരു പാവം കുട്ടിയാണ്, എന്നിട്ട് മുത്തശ്ശി കൂട്ടു നിന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും കൂട്ടു നിന്നിട്ടില്ല എന്ന് പറയട്ടോ. ഇങ്ങനെ ഒരു പെൺകുച്ചിനെ എവിടെന്നെങ്കിലും കിട്ടുമോ ആൻറ്റി, ഇനിയും കിട്ടുമോ മുത്തശ്ശി എന്ന് ചോദിക്കട്ടോ മനു. ഇല്ല മോനെ, ഒരിക്കലും കിട്ടില്ല എന്ന് പറയട്ടോ മുത്തശ്ശി. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അലീനയെ തിരിച്ചു വിളിച്ച് മുത്തശ്ശിയെ ഏൽപ്പിക്കാം. അവൾ മുത്തശ്ശിയെ നോക്കുന്ന സ്നേഹത്തിൽ നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ മുത്തശ്ശിയെ നോക്കുന്ന പോലെ കെയർ ചെയ്യുന്നത് പോലെ അതേ സപ്പോർട്ട് മുത്തശ്ശി അവൾക്കും കൊടുക്കണം എന്ന് പറയട്ടോ. അപ്പം മുത്തശ്ശി ആകെ അമ്പരന്ന് പോവുകയാണ്. അലീനയെ തിരിച്ചു വിളിക്കാന്ന് കേട്ടപ്പോൾ അലീന ഇവിടെ ഉണ്ടോ എന്നുള്ള രീതിയിൽ നിൽക്കണം. അങ്ങനെ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആശ്ചര്യത്തോടെ നോക്കുകയാണ് മുത്തശ്ശി. അലീനയെ കണ്ടത് മോളേന്ന് ഇങ്ങനെ വിളിക്കുക കേട്ടോ. ആകെ സങ്കടപ്പെട്ടുകൊണ്ട് മുത്തശ്ശിന്ന് വിളിക്കുക കേട്ടോ അലീന. അങ്ങനെ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.